ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. എമ്പുരാൻ എന്ന സിനിമ 100 കോടിയിലധികം അതിവേഗത്തിൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമയാണല്ലോ. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ തന്നെ വലിയ വിവാദങ്ങളിലൂടെയാണല്ലോ കത്തിപ്പടർന്നുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിലടക്കം സിനിമയിലെ കണ്ടന്റ് എല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ആ കണ്ടന്റ് പലരെയും നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇപ്പോഴത്തെ അതിന്റെ പേരിൽ നടപടി എടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ സിനിമയ്ക്കുള്ളിലെ അണിയറ പ്രവർത്തകർ തന്നെ ഇതിനോടകം തന്നെ ശ്രമം നടത്തുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഗോകുലം ഗോപാൽ എന്ന സിനിമയുടെ സഹനിർമ്മാതാവ് അറിയിച്ചിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാനല്ല താൻ സിനിമ എടുക്കുന്നത് എന്നും എമ്പുരാൻ എന്ന സിനിമ ഒരു വലിയ പ്രതിസന്ധി നേരിട്ട സമയത്താണ് സിനിമ ഞങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ശ്രമിച്ചത് എന്നും ഇപ്പോൾ സിനിമ പലരെയും വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിനോട് സിനിമയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യാനായിട്ട് താൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നും 4000-ഓളം സ്ക്രീനുകളിലെ ലോകമെമ്പാടും പ്രദർശനം തുടരുന്ന എമ്പുരാൻ എന്ന സിനിമ മ്യൂട്ട് ചെയ്ത് ഓരോ തിയേറ്ററുകളിലും എത്തിക്കണമെങ്കിൽ ഏകദേശം 40 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടിയാണ് ഗോകുലം മൂവീസ് ഉടമ കൂടിയായ ഗോകുലം ഗോപാലിനെ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമ എവിടെ നോക്കിയാണ് സെൻസർ ചെയ്തത് എന്നൊരു ചോദ്യമാണ് സെൻസർ ബോർഡിനോട് ഇതിനോടകം തന്നെ പ്രമുഖ പാർട്ടിയിലെ ആളുകൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിക്കുന്നത്. ഒരുപക്ഷെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് റീസെൻസറിങ് വന്നേക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ട് ഇന്ന് രാവിലെ മുതൽ നമ്മുടെ TV ന്യൂസ് ചാനൽസ് എല്ലാം തന്നെ പുറത്തുവിടുന്നത്. ഇനിയിപ്പോൾ റീസെൻസറിങ്ങിലേക്ക് സിനിമ പോകുകയാണെങ്കിൽ ഈ സിനിമ തന്നെ ഇനി ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം സിനിമയിലെ പല പ്രധാനപ്പെട്ട മേഖലകളും സിനിമയുടെ കണ്ടന്റുകളെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നത് ഈ പറഞ്ഞ സെൻസർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന രംഗങ്ങളിലെല്ലാം തന്നെയാണ് എന്ന് സിനിമ കണ്ടവർക്കറിയാം. ഇതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരായും പൃഥ്വിരാജിനും ലാലേട്ടനും മുരളി ഗോപിക്കെതിരായുള്ള ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈബർ ആക്രമണത്തിനിടയിൽ എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. അടുത്ത വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.